ചാണ്ടിയുമ്മ നിങ്ങളിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത് ഒരു ഉറച്ച മറുപടിയാണ്. രാഹുൽ മാങ്കൂട്ടത്തിലിനെ മൃഗീയമായി ഒതുക്കിയ സംഭവത്തിൽ ശക്തമായ ഭാഷയിൽ ചാണ്ടിയുമ്മനെങ്കിലും പ്രതികരിക്കുമെന്ന് ഇവിടുത്തെ ജനങ്ങൾ പ്രതീക്ഷിക്കുന്നതിൽ അവരെ തെറ്റുപറയുവാൻ സാധിക്കുമോ? ഉമ്മൻചാണ്ടിയെ നശിപ്പിക്കുവാൻ കൂട്ടുനിന്ന രമേശ് ചെന്നിത്തലയും വി ഡി സതീശനും ഉമ്മൻചാണ്ടിയുടെ മരണശേഷവും ചാണ്ടിയുമ്മനെ തീർക്കുവാൻ നടത്തിയ ശ്രമങ്ങൾ നിങ്ങൾ മറന്നുപോകരുത്. അന്നും ഞങ്ങൾ ഇന്ന് രാഹുലിനു വേണ്ടി എപ്രകാരം നിലകൊള്ളുന്നുവോ അപ്രകാരം ചാണ്ടിയുമ്മനു വേണ്ടിയും ശക്തമായി നിലകൊണ്ടവരാണ്. ചാണ്ടിയുമ്മന് പുതുപ്പള്ളിയിൽ അവസരം നൽകാതിരിക്കുവാനും ഉമ്മൻചാണ്ടിയുടെ തിരുവനന്തപുരത്ത് നടന്ന അനുസ്മരണ പരിപാടിയിൽ പോലും ചാണ്ടിയുമ്മന് ഇരിക്കാനൊരു സീറ്റ് പോലും നൽകാതിരുന്ന വി ഡി സതീശന്റെ ആ പ്രവർത്തനങ്ങളും ഞങ്ങൾ അന്ന് തത്സമയം കാണിച്ചിരുന്നു. അന്നും ചാണ്ടിയുമ്മൻ നേരെ നിൽക്കുവാൻ പ്രാപ്തി ആകുന്നതിന് മുമ്പ് പുതുപ്പള്ളി മണ്ഡലത്തിൽ വന്ന് രാഹുൽ നടത്തിയ ആ പ്രവർത്തനങ്ങൾ ചാണ്ടിയുമ്മൻ വേറെ ആര് മറന്നാലും ഒരിക്കലും മറക്കാൻ പാടില്ലായിരുന്നു. കെട്ടിച്ചമച്ച ലൈംഗികാപവാദങ്ങൾ ഉമ്മൻചാണ്ടിക്ക് നേരെ പലവട്ടം ഉണ്ടായിട്ടുണ്ട്. ആ ട്രെയിൻ യാത്രാ വിവാദവും സരിതയെ വെച്ച് ചാണ്ടിയുമ്മനെ പോലും നാറ്റിക്കുവാൻ ശ്രമിച്ചതൊന്നും നിങ്ങൾ മറക്കരുത്. ഇത്തരം അപവാദ പ്രചരണം വഴി വ്യക്തിജീവിതത്തിൽ ചാണ്ടിയുമ്മനും കുടുംബത്തിനുമുണ്ടായ ആ ബുദ്ധിമുട്ടുകൾ നിങ്ങൾ മറന്നുപോയോ? ചാണ്ടിയുമ്മ സമാനമായ ഒരു അവസ്ഥയിൽ കൂടിയല്ലേ രാഹുലും ഇപ്പോൾ കടന്നു പോകുന്നത്. രാഷ്ട്രീയപരമായി വ്യക്തിപരമായി എന്തെങ്കിലുമൊക്കെ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടായാലും അതെല്ലാം മറന്ന് മറ്റൊന്നും ചെയ്തില്ലെങ്കിലും അനുകൂലമായ ഒരു അഭിപ്രായമെങ്കിലും പറഞ്ഞാൽ ചാണ്ടിയുമ്മന് അതുകൊണ്ട് നേട്ടം മാത്രമേ ഉണ്ടാകൂ എന്ന് മനസ്സിലാക്കുക. മറ്റാര് കണ്ടില്ലെങ്കിലും അത് ഇവിടുത്തെ ജനങ്ങൾ കാണും. സതീശന്റെ ചീട്ട് കീറപ്പെട്ടു എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. പ്രതികരിക്കേണ്ട സമയത്ത് പ്രതികരിക്കാതെ എങ്ങും തൊടാതെ ഗുണവും മണവുമില്ലാതെ പ്രതികരണം നടത്തുമ്പോൾ ജനങ്ങളത് മനസ്സിലാക്കും. ചാണ്ടിയുമ്മനും പറവൂർ സതീശന്റെ ഒരു ചെരുപ്പ് നക്കിയാണെന്ന്. നാളത്തെ കിട്ടാൻ സാധ്യതയുള്ള ഒരു അപ്പകഷണത്തിനു വേണ്ടി തൊലിഞ്ഞ ഡിപ്ലോമസി കളിക്കുകയാണ് എന്ന്. ചാണ്ടിയുമ്മന്റെ ഗുണവും മണവുമില്ലാത്ത ഒരു പ്രതികരണം നമുക്ക് കാണാം. സസ്പെൻഷനിൽ മാത്രം ഒതുക്കുന്നു, പക്ഷെ രാജി വാങ്ങുകയോ പാർട്ടിയിൽ നിന്ന് പുറത്താക്കുകയോ ചെയ്യുന്നില്ല. അത് ഒരു ഇലക്ഷൻ മുന്നിൽ കണ്ടുള്ള ഒരു ഡാമേജ് തെറാപ്പി മാത്രമാണ് എന്നുള്ളൊരു വിമർശനമുണ്ട്. കോൺഗ്രസ് ഉള്ളിൽ നിന്ന് ആലോചിക്കുമ്പോൾ ആ വിമർശനത്തോട് എങ്ങനെയാണ് മറുപടി പറയുക? അല്ലെ, ഞാൻ ചോദിക്കട്ടെ, ഇതിൽ കൂടുതൽ ഒരു പ്രോസസ്സില്ലേ? ഒരു ആളെ കേട്ട പാതി കേൾക്കാത്ത പാതി രാജിവെപ്പിക്കുക, പുറത്താക്കുക. ദർ ഇസ് റൂൾ ഓഫ് ലോ. ഒരു നിയമവ്യവസ്ഥയുണ്ട്. ആ നിയമവ്യവസ്ഥയിൽ ചില കാര്യങ്ങൾ പാലിക്കപ്പെടണം. എന്നാലേ ഇവിടെയും നിയമവ്യവസ്ഥ പാലിക്കപ്പെടത്തുള്ളൂ. ഇന്ത്യയിൽ ഒരു റൂൾ ഓഫ് ലോ ഉണ്ട്. ഒരാളെ ചുമ്മാ കുറ്റക്കാരനാക്കാൻ സാധിക്കുമോ? ചുമ്മാ കുറ്റക്കാരൻ അതിന്റെ പ്രൊസീജിയർ എന്താണ്? അതായത് പരാതി വരട്ടെ, കേസ് ഉണ്ടാവട്ടെ, അതിനുശേഷം അല്ല, ഒരു റൂൾ ഓഫ് ലോയിൽ തീർപ്പ് കൽപ്പിക്കുന്ന എങ്ങനെയാണ് ഓരോ കാര്യങ്ങളും? ഷാഫി ഒഴികെ മറ്റാരും രാഹുലിന് അനുകൂലമായി പ്രതികരിക്കുവാൻ ഭയപ്പെട്ടപ്പോൾ അടൂർ പ്രകാശ് അമാന്യത കാട്ടി. രാഹുൽ വിഷയത്തിൽ അദ്ദേഹം വളരെ സത്യസന്ധമായ ഒരു അഭിപ്രായം പ്രകടിപ്പിക്കുകയുണ്ടായി. വെറും ആരോപണത്തിന്റെ പേരിൽ രാജിയൊന്നും വെക്കേണ്ടതില്ലെന്ന് അദ്ദേഹം തുറന്നു പറയുക തന്നെ ചെയ്തു. കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം അത്തരത്തിൽ ഒരു തീരുമാനം കൈക്കൊള്ളണം എങ്കിൽ അതിനൊരു പാർട്ടിക്കൊരു സെറ്റപ്പുണ്ട്. പാർട്ടിയുടെ മുതിർന്ന നേതാക്കന്മാരുണ്ട്, അതുപോലെ തന്നെ രാഷ്ട്രീയകാര്യ സമിതിയുണ്ട്. ഇവരെല്ലാവരും കൂടി യോജിച്ച് ഒരു മീറ്റിംഗ് കൂടി ആ മീറ്റിങ്ങിൽ അഭിപ്രായങ്ങൾ ഉരുത്തിരിഞ്ഞു വരണം. അതല്ലാതെ ഏകപക്ഷീയമായി ആർക്കും അടിച്ചേൽപ്പിക്കാൻ പറ്റത്തില്ല. അങ്ങനെ അടിച്ചേൽപ്പിക്കാൻ ശ്രമം നടത്തുന്നതും തെറ്റാണെന്ന അഭിപ്രായക്കാരൻ തന്നെയാണ് UDF കൺവീനർ എന്നുള്ള നിലയിൽ ഞാൻ. ആരോപണങ്ങൾ പടച്ചുവിട്ട സിൻഡിക്കേറ്റ് മാധ്യമങ്ങൾ ഒടുവിൽ അങ്കലാപ്പിലായി ഇപ്പോൾ അതും ഇതും പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. മരമുറി ചാനലിൽ ഇരുന്ന് ഈ വാർത്ത അവതരിപ്പിച്ചവൻ പോക്സോ കേസിലെ പ്രതിയും അവതാരിക പാലക്കാട്ട് സാരിയും പൊക്കിപ്പിടിച്ച് നിന്നവളാണെന്നുള്ള വാർത്തയും ഞങ്ങൾ പുറത്തുവിട്ടിരുന്നു. ജനങ്ങൾ തിരിഞ്ഞു എന്ന് കണ്ടപ്പോൾ രാഹുലിനെ ആദ്യം കൊന്നുകൊല വിളിച്ച മറുനാടൻ ഷാജൻ പോലും ഇപ്പോൾ നിന്ന നിപ്പിൽ മലക്കം പറഞ്ഞ് വമ്പൻ ടിസ്റ്റ് എന്നും പറഞ്ഞ് സ്വയം തിരിഞ്ഞിരുന്ന് രാഹുലിന് അനുകൂലമായി സംസാരിക്കുന്നു. സ്വയം ടെസ്റ്റ് ഉണ്ടാക്കി. അങ്ങനെ സത്യം മനസ്സിലാക്കി പലരും പ്രതികരിച്ചു തുടങ്ങിക്കഴിഞ്ഞു. നല്ലതല്ലേ? താരക സതീശൻ ഉത്തരം മുട്ടി കീറിപ്പറഞ്ഞു പോകുന്നത്, ഖദർനിക്കറിനുള്ളിൽ പെടുക്കുന്നത് ഈ ചോദ്യങ്ങളുടെ മുന്നിലാണ്. ആരാണ് സതീശ ആ പരാതിക്കാരി? ഏതെങ്കിലും സ്റ്റേഷനിൽ രേഖാമൂലമായ ഒരു പരാതിയുണ്ടോ? FIR ഈ കേസിൽ രജിസ്റ്റർ ചെയ്യപ്പെട്ടിട്ടുണ്ടോ? ഗർഭമുണ്ടായ ആ യുവതി ആരാണ്? അവരെ സതീശന് എങ്ങനെ അറിയാമോ? അറിയാമെങ്കിൽ അവരാരാണെന്ന് വെളിപ്പെടുത്തുക.
3.5 കൊല്ലമായ ആ ദിവ്യഗർഭത്തിന്റെ അവസ്ഥ ഇപ്പോൾ എന്താണ്? അവർ ജീവനോടുണ്ടോ? അവർ കൊല്ലപ്പെട്ടോ? വെറും ആരോപണത്തിന്റെ പേരിൽ ഇത്രയും കടുത്ത നടപടി എടുത്തത് എന്തിന്? ഇനിയും ഇത്തരം ആരോപണങ്ങൾ കോൺഗ്രസ് നേതാക്കന്മാർക്കെതിരെ വന്നാൽ നിങ്ങൾ ഇപ്രകാരം ഒരു നടപടി എടുക്കുമോ? പറവൂർ സതീശൻ പറവൂർ താരകയെ കീറിയ അണ്ടർവെയർ വിട്ടുപോയി ശാരീരികമായി ബന്ധപ്പെട്ടു എന്നും പറഞ്ഞൊരു വീഡിയോ അവർ പുറത്തുവിട്ടിരുന്നു. അതിന് മറുപടി പറയുവാൻ തന്റെ അണ്ണാക്കിൽ പഴമാണോ സതീശൻ ഇന്നുവരെ സ്ത്രീകളോട് പഞ്ചാര അടിച്ചിട്ടില്ലേ? ഈ പ്രായത്തിലും കൊച്ചു പെമ്പിള്ളാരെ കാണുമ്പോൾ 2 ചിരിയിലൂടെയും ഉമ്മനീരൊഴുകുന്ന പേട്ടുമങ്ങ കണ്ടാലും പോയി ചപ്പാൻ നോക്കുന്ന സതീശ, നിങ്ങൾ ചെയ്തത് നല്ല ഒന്നാന്തരം നാറിത്തരമല്ലേ? താങ്കൾ ഇപ്പോൾ പറയുന്ന ആ കവണാറ്റിൻകരയിലെ തിയറി അനുസരിച്ച് താരകയുടെ പറവൂരിൽ കയറിയിറങ്ങിയ സകലയിടത്തും കയറിയിറങ്ങി കേക്ക് നക്കുന്ന താനും അങ്ങനെയെങ്കിൽ പദവികൾ രാജിവെക്കേണ്ടേ? പറവൂരിലെ താരകൻ സതീശന് ഒരു നിയമവും മറ്റ് നേതാക്കൾക്കും പ്രവർത്തകർക്കും മറ്റൊരു നിയമവും എന്നത് അങ്ങ് കോണകത്തിൽ പോയി പറഞ്ഞാൽ മതി എന്നാണ് കോൺഗ്രസ് പ്രവർത്തകർ പറയുന്നത്. സതീശ, എത്രയും വേഗം രാഹുലിനെ തിരികെ എടുക്കുക. മിഷൻ 60 ആദ്യ ദിനം പിന്നിട്ടിരിക്കുകയാണ്. ഇനി വെറും 59 ദിവസങ്ങൾ മാത്രം. എന്തിന്? സതീശന്റെയും പാർട്ടിയുടെയും അടിത്തറ തുറന്ന് വാഴ വെക്കുന്നതിന്. വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ആ വാഴ ഞങ്ങൾ കൊലപ്പിച്ച് നിന്റെ അടിമകളുടെ അണ്ണാക്കിൽ തിരികെ വെക്കുന്നതാണ്. ഇപ്പോഴും പ്രസക്തമായ ആ ചോദ്യം അവശേഷിക്കുന്നു. എവിടെയാണ് നായിന്റെ മക്കളെ ആ ദിവ്യഗർഭം? മിഷൻ 60 തുടരുന്നു. ജനങ്ങളുടെ പ്രതികരണങ്ങളും. ഞാന് ചമ്പക്കുളത്തുകാരനാണ്, തമിഴ്നാട്ടിലാണ് ജീവിക്കുന്നത്. പേര് ജോളി എന്ന് പറയും. നമ്മുടെ രാഹുൽ മാങ്കൂട്ടത്തിന്റെ പ്രശ്നം പരിഹരിക്കണമെങ്കിൽ പണ്ട് ഇന്ത്യയെ വിളിക്കൂ, ഇന്ത്യയെ രക്ഷിക്കൂ എന്നൊരു മുദ്രാവാക്യം ഉണ്ടായിരുന്നു. എന്ന് പറഞ്ഞതുപോലെ ധീരനായ സുധാകരനെ വിളിക്കൂ, ഈ കിഴവന്മാരെല്ലാം അടിച്ച് പുറത്ത് കളയൂ. കേരളത്തിലെ കോൺഗ്രസിന് ഊർജവും വരും. ഓരോവനും കോൺഗ്രസ് കേരളത്തിലെ നല്ല നേതാക്കന്മാരെ ഞോണ്ടത്തില്ല. സുധാകരനെ മാറ്റിയത് ഇവരുടെ തരികടയ്ക്ക് വേണ്ടിയാ. യുവന്മാരുടെ തരികടയ്ക്ക് വേണ്ടിയിട്ടാണ് ഇത്ര പരിണതപ്രജ്ഞനായ ആ വ്യക്തിയെ മാറ്റിയത്. ഇതെല്ലാം സൈലന്റ് ആയിട്ട് നിൽക്കുന്ന എല്ലാവരുടെ ഉള്ളിലും ഈ വികാരമുണ്ട്. യുവന്മാര് കോൺഗ്രസിനെ നശിപ്പിക്കുക, കോൺഗ്രസിനെ നശിപ്പിക്കുന്ന പുഴുക്കളായിട്ട് മാറിയിരിക്കുക. ഈ VD രമേശ് ചെന്നിത്തലയാട്ടെ ബാക്കിയുള്ള എല്ലാവരും അവന്മാരും. അതുകൊണ്ട് സുധാകരനെ തിരിച്ചു വിളിച്ചാൽ കേരളം രക്ഷപ്പെടും. രാഹുൽ മാങ്കട്ടത്തിൽ നല്ല അവന്റെ ദേഹത്ത് ഒരവനും കയറി മേഴുകയില്ല. പിണറായി വിജയൻ 60% സപ്പോർട്ടായി സുധാകരനെ മാറ്റിയപ്പോൾ. പിണറായി വിജയന്റെ ഷഡ്ഡി ഇട്ടോണ്ടാ ഇവനെ VD സതീശൻ നടക്കുന്നത്. ഇതാ എനിക്ക് അതേപ്പറ്റി പറയാനുള്ളത്. ഇവൻ ഉരുണ്ട് വീഴും. രാഹുൽ ഒരിക്കലും പുറകോട്ട് പോകില്ല. അവന്റെ സ്വർണം തിളങ്ങുന്ന പോലെ തേയും തോറും അവൻ തിളങ്ങിക്കൊണ്ടിരിക്കും. ഇവിടുത്തെ സ്വർണ്ണം ഉരയ്ക്കും തോറും തിളങ്ങുകയല്ലേ എന്ന് പറഞ്ഞതുപോലെ രാഹുൽ മാങ്കൂട്ടത്തിന്റെ കൂടെ പോലും തൊടത്തില്ല. ജനസപ്പോർട്ടുണ്ട്. അവൻ ജനകീയനാണ്. ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന, ജനങ്ങളുടെ ഇടയിൽ ഇറങ്ങിച്ചെല്ലുന്ന, ജനങ്ങളുടെ സ്പന്ദനങ്ങൾ അറിയുന്ന നേതാവാണ്. നമ്മുടെ കെ സുധാകരന്റെ പോലെയുള്ളവരാ അതേപോലെ വളർന്നു വരുന്ന ഒരു നേതാവാണ് സുധാകരൻ. തന്നെ കുഴപ്പം ഈ സുധാകരൻ ഇപ്പൊ പ്രായം തോന്നിക്കുന്നത് ഇവനൊക്കെ അങ്ങേർക്ക് കൊടുത്ത മനോവേദന ഉണ്ടാ. കെ സുധാകരൻ ഇപ്പൊ പ്രായം യുവന്മാർക്ക് നിന്ന് കളിക്കണമെങ്കിൽ അങ്ങേര് നിന്നാ പറ്റത്തില്ല. ഇവന്റെ ഒന്നും പോഴത്തരം അങ്ങേരെടുത്ത് നടക്കത്തില്ല. അയാളെ ശരിക്കും നട്ടലുള്ള നേതാവാ, പ്രസ്ഥാനത്തോട് കൂറുള്ള നേതാവാ, ഇവരുടെ ഹൃദയങ്ങളിലേക്ക് ഇറങ്ങിച്ചെല്ലുന്ന നേതാവാ. ഈ കണ്ണൂരിലെ ഈ യുവന്മാരുടെ കോട്ടയിലെ കോൺഗ്രസ് എന്ന് പറയുന്ന പ്രസ്ഥാനം പൊക്കിക്കൊണ്ട് വരണമെങ്കിൽ അങ്ങേര് സഹിച്ച ത്യാഗത്തിന്റെ കോടാനുകോടി ഒരു വംശം സതീശൻ കണ്ടിട്ടുണ്ടോ? ഇവൻ എങ്ങാണ്ടൊന്ന് പൊട്ടി മുളച്ച് ഇങ്ങോട്ട് ഇറങ്ങി വന്നേച്ചു കോൺഗ്രസ് മുഴുവൻ അവന്റെ അപ്പന്റെ വകയാണ്. ഇവനെ തല്ലി ഓടിക്കണം. അതാ ചെയ്യേണ്ടത്. ഇവരെ തല്ലി ഓടിക്കണം. ഓക്കെ, താങ്ക് യു. ഞാൻ നിങ്ങളുടെ വാർത്ത കേൾക്കുന്ന സത്യസന്ധമായി നിങ്ങളുടെ വാർത്താ അവതരണത്തോട് എന്നും കൂറ് പുലർത്തുന്ന ഒരു വ്യക്തിയാണ്. എന്നും കേൾക്കുന്നുണ്ട്. ആലീസ് എന്ന് പറയുന്ന ഒരു അമ്മയാണ് വിളിക്കുന്നത്. എനിക്ക് 71 വയസ്സുണ്ട്. ഞാൻ ഇടുക്കി ജില്ലയെന്നാണ് വിളിക്കുന്നത്. അല്ല, ഈ കുറച്ച് ദിവസമായിട്ട് നമ്മുടെ ഈ പാർട്ടിയുടെ പേക്കൂത്തുകൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുവാണ്. ഞാൻ ഒരു അടിയുറച്ച കോൺഗ്രസ്സുകാരിയാണ്. എൻ്റെ ഭവനം അതാണ്. പക്ഷേ ഇത്രയും കാലം അധ്വാനിച്ചു വന്ന് അല്ലെ ഓരോരുത്തരായി ചോര നീരാക്കി കൊണ്ടുവന്ന പാർട്ടിയെ തകർക്കുന്ന ഒരവസ്ഥയിലേക്ക് ഇപ്പം ഇതിന്റെ നേതൃത്വം പോവുക. അതിനോട് ഞങ്ങൾക്കൊക്കെ വേദനയുണ്ട്. പിന്നെ ഈ രാഹുൽ എന്ന് പറഞ്ഞ കൊച്ചു എന്ത് തെറ്റ് ചെയ്തെന്നാ ഇവർ പറയുന്നതെന്ന് ഞങ്ങൾക്ക് മനസ്സിലാകുന്നു. ഞങ്ങളെപ്പോലുള്ള അമ്മമാർ ഇതൊന്ന് ചിന്തിക്കുന്നുണ്ട്. അവനും ഒരു അമ്മയുള്ളതാണ്, ഒരു പെങ്ങളുള്ളതാണ്. അവരുടെ കണ്ണുനീര് എത്ര വലുതാണെന്ന് ഇവർ മനസ്സിലാക്കുന്നില്ല. ആ കൊച്ച് എന്താണ് അവന്റെ ചെറുപ്പം അല്ലേ? ഒരാണ് മാത്രം നിരൂപിച്ചാൽ ഒരു കാര്യം നടക്കില്ല. ഒരു പെണ്ണ് സമ്മതിച്ചെങ്കിൽ മാത്രമേ കാര്യം നടക്കുള്ളൂ. ഞങ്ങളൊക്കെ പെണ്ണുങ്ങളാണ്. ഒരു പെണ്ണ് അനുവദിക്കാതെ ഒരുത്തിനും ഒന്നും ചെയ്യില്ല. അല്ലെ പിന്നെ അവിടെ നടക്കണ കൊലപാതകമായിരിക്കും. ഇതൊന്നുമില്ലാതെ ആരോ പറയുന്ന ഏതോ ഒരു പെണ്ണിന്റെ തേവിടിച്ച് വർത്താനം കേട്ടുകൊണ്ട് ആ കുഞ്ഞിനെ കുരുതി കൊടുക്കരുതെന്ന് പറയാൻ നിങ്ങളിപ്പോ ഈ IT ന്യൂസ് ഇതിനോട് ആ കൊച്ചിനോട് സഹകരിക്കുന്നതിൽ ഞങ്ങൾക്ക് ഒത്തിരി സന്തോഷമുണ്ട്. അതുകൊണ്ട് ആ കുഞ്ഞിനെ കുരുതി കൊടുക്കരുത്. ഇവർ ഈ പാർട്ടിക്കാർ, ഈ പാർട്ടിയിലെ ഞങ്ങളുടെ മുതിർന്ന നേതാക്കന്മാര്, ഞങ്ങളൊക്കെ ഇത്രയും പ്രായമായവരാണ്. ഉമ്മൻചാണ്ടിനെ ഇങ്ങനെ ഒന്ന് തകർത്തു. ആ മനുഷ്യൻ ഈ ഭൂമിയിൽ നിന്ന് പോയി. ഇനിയിപ്പോൾ അടുത്ത ഈ കയറി വരുന്ന ഈ പിള്ളേരാണ് ഈ രാജ്യത്തെ
ഈ നമ്മുടെ കേരളത്തെ ഇനി ആ പിള്ളേരാണ് ഇത് കൊണ്ടുപോകണം. അവരൊക്കെ വന്നതിന് ശേഷമാണ് ഇപ്പം ഈ പറഞ്ഞ ഈ പാർട്ടിക്ക് ഒരു ഊര് വെച്ച് വന്നത്. അത് ഇല്ലായ്മ ചെയ്യാനാണ് ഇവർ എല്ലാവരും കൂടി ഒരുങ്ങിയിരിക്കുന്നത്. ഒരു കസേരയ്ക്ക് വേണ്ടി ഒരു കുഞ്ഞിനെ കുരുതി കൊടുക്കരുത് എന്ന് പറയാൻ വേണ്ടിയാണ് ഞാൻ വിളിച്ചത്. നിങ്ങൾ സഹകരിക്കുന്നതിൽ ഒത്തിരി സന്തോഷമുണ്ട്. ഈ ചാനലിന് വേണ്ടി ഒത്തിരി പ്രാർത്ഥനയും നൽകുക. ഹലോ സാറേ, ഞാൻ ഇറ്റലിയിൽ നിന്ന് വിളിക്കുക. എൻ്റെ പേര് ബിജുകുമാർ. ഞാൻ നമ്മുടെ രാഹുൽ മാങ്കൂട്ടത്തിന്റെ കാര്യം പറയാൻ വേണ്ടി വിളിച്ചതാ. എൻ്റെ നെടുമങ്ങാട് മണ്ണൂർക്കോണം എൻ്റെ നാട്. ഞാൻ ഇറ്റലിയിൽ ബേക്കറി ഷെഫാണ്. 20 വർഷമായി. ഒരു കോൺഗ്രസിന് ഒരു വോട്ട് കൊടുക്കാൻ വേണ്ടി ലീവിന് വരുന്ന ആളാണ്. യഥാർത്ഥത്തിൽ ഈ നമ്മുടെ ഇപ്പോഴത്തെ നേതാക്കന്മാരുണ്ടല്ലോ, നമ്മുടെ ചാണ്ടി ഉമ്മൻ, ഷാവി പറമ്പിൽ, നമ്മുടെ പുതിയ രാഹുൽ മാങ്കൂട്ട, ഇവരുടെയൊക്കെ ന്യൂസ് കേൾക്കാൻ വേണ്ടിയാണ് നമ്മളിവിടെ ഓൺലൈൻ ന്യൂസ് കാണുന്നത്. അല്ലാതെ ഈ പഴഞ്ചാൻ കോൺഗ്രസ്സുകാരുടെ ന്യൂസ് കേൾക്കാൻ വേണ്ടിയല്ല. ഒരു പെണ്ണ് എന്ത് വിചാരിച്ചാലും ഒരു ആണിനെ കീഴ്പ്പെടുത്താൻ പറ്റും. അത് എന്തെങ്കിലും തെറ്റ് അവർ ചെയ്തിട്ട് ഈ നല്ല രീതിയിൽ വരുന്ന ആൾക്കാരെ ഇവര് മോശമാക്കാൻ വേണ്ടിയാണ് ഈ രാഘുവിനെ ഇത് അകപ്പെടുത്തിയിരിക്കുന്നത്. അത് ഈ വി.ഡി. സതീശനും ഈ കോൺഗ്രസിലെ മുതിർന്ന നേതാക്കന്മാർക്ക് അത് അറിയാൻ പറ്റിയില്ല. കാരണം അവർക്ക് ഭരിക്കണം. കിളവന്മാരായാലും പല്ല് കൊഴിഞ്ഞാലും ചെവി കേട്ടൂടെങ്കിലും ഇവർക്ക് മുഖ്യമന്ത്രിയാവണം. ഇതേ ഉള്ളൂ. നമ്മളെപ്പോലെയുള്ളവർ കിഴങ്ങന്മാര് യവന്മാര് നമ്മൾ വോട്ട് കൊടുത്തിട്ടല്ലേ യവന്മാർ കയറിയിരിക്കുന്നത്. അല്ലാതെ യവന്മാരെ വീട്ടിലെ ഭാര്യ മക്കൾ വോട്ട് കൊടുത്തിട്ടാണ് യവന്മാര് നിയമസഭയിൽ കിടന്ന് വിലസുന്നത്. ആദ്യം ഇവർ ഇതല്ലേ ചിന്തിക്കേണ്ടത്. ഞങ്ങളെപ്പോലെയുള്ള വിദേശ മലയാളികൾ ഒരു നമ്മുടെ കേരളത്തിലും കേന്ദ്രത്തിലും ഒരു കോൺഗ്രസ് ഭരണം വരണമെന്ന് പറഞ്ഞ് 4-5 ലക്ഷം രൂപയായാലും മുടക്കി അവിടെ വന്ന് വോട്ടിടും. പക്ഷെ യവന്മാരുടെ ഈ രീതി കാണുമ്പോൾ നമ്മൾ മടുത്തു പോകും, വരാൻ തോന്നൂല. അതുകൊണ്ട് സാറേ, നമ്മുടെ രാഹുൽ മാങ്കൂട്ടം ഈ ചെറുപ്പക്കാർ നമ്മുടെ നിയമസഭയിൽ വരണം. രാഹുൽ മാങ്കൂട്ടം കറക്റ്റായിട്ട് ഇവർ തിരിച്ചെടുക്കുക തന്നെ ചെയ്യണം. മറ്റുള്ള ഊളന്മാരെയൊന്നും ഇവർക്ക് ഒരു പ്രശ്നമില്ലല്ലോ. ഇത് ഏതെങ്കിലും ഒരു പെണ്ണ് പറയാണ്, എന്നെ ഇവൻ ബലാത്സംഗം ചെയ്തെന്ന് പറഞ്ഞാൽ അവർ സമ്മതിച്ച് ഉടനെ തന്നെ നിയമസഭയിൽ പുറത്താക്കുകയാണോ ചെയ്യണം, രാജിവെക്കാൻ പറയുകയാണോ ചെയ്യണത്? അല്ല, ഈ തീരുമാനം എടുത്തപ്പോഴേ എത്ര പേരാണ് ഇതിന് എതിരെ നിൽക്കുന്നതെന്നറിയാം. എനിക്ക് തോന്നണം 188% രാഹുലിനെ അനുകൂലിക്കുന്നവരാണ്. ആ പാവപ്പെട്ട എന്ന് പറഞ്ഞാൽ എൻ്റെ ഫാദറിനെക്കാളും സ്നേഹിക്കുന്ന ഒരു മനുഷ്യനായിരുന്നു ഉമ്മൻചാണ്ടി സാറ്. അദ്ദേഹത്തെ നാട്ടിലെ വേണ്ടാത്തവന്മാർ പറഞ്ഞുണ്ടാക്കിയത്. കാരണം ഒരു പെണ്ണിന് എത്ര രൂപ കൊടുത്താലും പെണ്ണ് പറയും ഇങ്ങനെ ചെയ്തു അങ്ങനെ ചെയ്തു എന്ന് പറയാൻ പെണ്ണുങ്ങൾ ശരിക്കുണ്ട്. കാരണം ഇതിനു വേണ്ടി കുറെ ഇറങ്ങിയിട്ടുണ്ട്. ആ ഉമ്മൻചാണ്ടി സാറിനെ പറഞ്ഞത് ഈ കോൺഗ്രസ്സുകാർ ഒരുമിച്ച് ഏറ്റെടുത്തില്ലല്ലോ. ഇവന്മാർ ഒളിച്ച് എങ്ങനെയെങ്കിലും ഉമ്മൻചാണ്ടി ഒന്ന് ഇറങ്ങട്ടെ, ഞാൻ ഒന്ന് കയറി ഇരിക്കട്ടെ എന്നല്ലേ ഇവന്മാർ മാറി നിന്നത്. അതുകൊണ്ട് ഈ ചെറ്റത്തനം കാണിക്കുന്ന കോൺഗ്രസ് നേതാക്കന്മാര് പഠിച്ചില്ല എങ്കിൽ ജനം പഠിപ്പിക്കും. ഞാൻ സാറിന്റെ ന്യൂസ് ഇപ്പോഴും തുടരെ കേൾക്കുന്നുണ്ട്. എപ്പോഴും നമ്മുടെ ഒരു കാര്യങ്ങൾ തന്നെ സംപ്രേഷണം ചെയ്യാതെ ഇതിപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നുണ്ട്. ഞാനിവിടെ ഇറ്റലിയിൽ ചോദിച്ചപ്പോൾ ITI ന്യൂസ് മാത്രമേ ഉള്ളൂ ആ രാഹുൽ മാങ്കൂട്ടത്തിന് വേണ്ടി സംസാരിക്കാൻ. അതുകൊണ്ട് സാറിന് എല്ലാവിധമായ അഭിവാദ്യങ്ങൾ. i2i News, an eye for truth. i2i ന്യൂസ് സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെൽ ബട്ടണും അമർത്തുക.